നമ്മുടെ അയൽ സംസ്ഥാനത്തിലെ മഹാപട്ടണമായ ചെന്നൈയിലേക്ക് വർഷങ്ങളായി കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ കുടിയേറിപ്പാർക്കും. അവരെ തേടി ഒരു പറ്റം മിഷണറിമാർ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചു, അന്വേഷിച്ചു, ഓരോരുത്തരെയായി കണ്ടെത്തി. കൂട്ടത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളെയും ഈ മിഷണറിമാർ കൂടെ കൂട്ടി. അവരോടൊപ്പം സ്നേഹത്തിന്റെ പെസഹ ആചരിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ. ചെന്നൈ മിഷൻ. സഭയുടെ മുഖം ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുഖമാകണം. കാരുണ്യവർഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള വലിയ സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. സീറോ മലബാർ സഭയുടെ ചെന്നൈ മിഷൻ അതിൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ ഇന്നേ വരെ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള സേവനങ്ങളാണ് സഭയുടെ സാമൂഹിക പ്രതിബദ്ധത കണക്കിലെടുത്തുകൊണ്ട് ഈ മിഷനിൽ നിർവഹിച്ചിട്ടുള്ളത്, ഇന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സഭയുടെ ഈ മിഷൻ്റെ ഇവിടുത്തെ ആരംഭം മുതൽ ഇന്നേ വരെ നടത്തിയിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് എത്തിനോക്കുന്ന ഈ എപ്പിസോഡിലേക്ക് ഷാലോം പ്രേക്ഷകരെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. சென்னைனா சிட்டியா, மெட்ராஸ்னா எமோஷனா. யாரோ ஐஃபை இங்கிலீஷ் புலவர் எழுதின கவிதை மாதிரி இருக்குல்ல. ஆனா மெட்ராஸ்னா என்ன வெறும் மெரினா பீச், மயிலாப்பூர் கோயிலா? நோ நோ நோ, இட்ஸ் லாட் மோர் தென் a சூப்பர் ஸ்டார் படம் ஆஃப் எமோஷனல் அத்திச்சாரம் ஆஃப் பன்னீர் சோடா. பட் ஒய் ஆர் யூ சடன்லி சிலுத்து போயிங் அபவுட் மெட்ராஸ் லைக் பாம்பே ஹீரோயின் பாலாஜி அப்படின்றீங்களா ஆண்டி? ஏன்னா நீங்க பார்க்க போற பாட்டு மெட்ராஸை பார்த்து ஸ்தம்பிச்சு போட சுச்சு பஜ்ஜிக்கு போட்டு எப்படி மே மாத ஹீரோயின் மாதிரி செம்ம ஜாலியாக குளத்தூரில் குல்ஃபி சாப்பிட்டு கோட்டுப்புறத்தில் செல்ஃபி எடுத்தாடுற பாட்டு டொடன் டன் டாய். ഇന്ന് മിഷൻ സ്റ്റേഷനിലേക്കുള്ള നമ്മുടെ യാത്രാമധ്യേ ചെന്നൈയിലെ വർണ്ണാഭമായ ആഘോഷങ്ങൾ കാണാനിടയായി. സംഗീതത്തിന്റെ പശ്ചാത്തലമുള്ള ആഘോഷങ്ങൾ. ഇത് മദ്രാസ് എന്ന ചെന്നൈയുടെ മാത്രം പ്രത്യേകതയാണ്. கலர் கலரா கொடி பறக்கும் கிழிச்சு தச்சுக்கோ, சந்துக்குள்ள சிந்து கேக்குதா, சந்தோஷம் எட்டி பாக்குதா, புடிச்சா கட் அவுட், புடிக்கலனா கெட் அவுட், மெட்ராஸ் சாங் இது மறுபடியும் ரிப்பீட், புடிச்சா கட் அவுட், புடிக்கலனா கெட் அவுட், 375 ஆனாலும் நாட் அவுட். ഗൗരിവാക്കത്തുള്ള മിഷൻ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് കോയമ്പേട്. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. അത് ഒന്ന് കാണേണ്ടതാണെന്ന് മിഷണറിമാർ പറയുന്നു. കാരണം തിരക്കേറിയപ്പോഴാണ് അറിയുന്നത് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ ബസ് ടെർമിനലാണ് പോലും ചെന്നൈയിലെ ഈ കോയമ്പേടിലുള്ളതെന്ന്. வழிமறந்தா வருத்தம் ஏனடா, வாசனதா எங்க ஜிபிஎஸ், பசி எடுக்கும் 3 வேளையும் திரும்புற சைடெல்லாம் ரெஸ்டாரண்ட், வாட்டுற வெயில் அது கொஞ்சம் இல்ல, பாட்டுக்கும் கூத்துக்கும் பஞ்சம் இல்ல, பல ஊரில் பிறந்தே வந்தாலும் வல்லவன் பேர புள்ள, பிடிச்சா கட் அவுட், பிடிக்கலன்னா கெட் அவுட், 375 ஆனாலும் நாட் அவுட்.
ഇതാണ് ഗൗരിവാക്കത്തുള്ള മറിയം ത്രേസ്യ ഇല്ലം. ഇത് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്ന ചെന്നൈ മിഷന്റെ ഒരു വൃദ്ധസദനമാണ്. ചെന്നൈ പട്ടണത്തിലെ വഴിയോരങ്ങളിൽ നിന്നും കിട്ടിയ അനാഥരായ അമ്മമാരാണ് ഇവിടെ താമസിക്കുന്നത്. കൂടാതെ സ്വന്തം വീട്ടിൽ നിന്നും മക്കളാലും മരുമക്കളാലും ഉപേക്ഷിക്കപ്പെട്ടവരും ഈ കൂട്ടത്തിലുണ്ട്. ജീവിതത്തിൽ സംഭവിച്ച തിക്താനുഭവങ്ങളിൽ നിന്നും അല്പം സന്തോഷം തോന്നിയ നിമിഷങ്ങളെ താലോലിക്കുകയാണ് ഇവിടെയുള്ള ഈ അമ്മമാർ. ദിനംപ്രതി അനാഥരാകുന്ന മാതാപിതാക്കളുടെ ഈ സ്ഥിതിവിശേഷം കണക്കിലെടുത്ത് ചെന്നൈ മിഷൻ കുറച്ച് അകലെയായി മറ്റൊരു മിഷൻ സ്റ്റേഷൻ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് പോകാം. ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് 48 കിലോമീറ്റർ അകലെയുള്ള ഇരയമംഗലം എന്ന ഇടത്തരം ഗ്രാമത്തിലെ സാന്തോം സ്നേഹതീരമാണ് അടുത്ത മിഷൻ സ്റ്റേഷൻ. തിരുവള്ളൂർ ജില്ലയിൽപ്പെട്ടതാണ് ഇരയമംഗലത്തിലെ ഈ പരന്നു കിടക്കുന്ന ഗ്രാമപ്രദേശം. ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് 48 കിലോമീറ്റർ അകലെയായാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലമായതുകൊണ്ട് ഇവിടെ താപനില 35 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്താറുണ്ട്. വരണ്ട ഈ ഭൂമിയെ അനുഗ്രഹത്തിന്റെ ഒരു ഇടമാക്കാനുള്ള ദൈവിക പദ്ധതിയായിട്ടാണ് ചെന്നൈ മിഷൻ ഇവിടുത്തെ സ്നേഹതീരമെന്ന വൃദ്ധസദനത്തെ കാണുന്നത്. സീറോ മലബാർ സഭ ചെന്നൈയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന്റെ രജത ജൂബിലി സ്മാരകം കൂടിയാണ് സാന്തോം സ്നേഹതീരമെന്ന ഈ വൃദ്ധസദനം. സാന്തോം സ്നേഹതീരം എന്ന സീനിയർ സിറ്റിസൺ ഹോം അത് ആരംഭിച്ചത് മിഷന്റെ രജത ജൂബിലിയോട് അനുബന്ധിച്ചാണ്. ഗിവ് എ ഹാൻഡ് ഫോർ ദ ഫുൾനെസ് ഓഫ് ലൈഫ് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. വൃദ്ധസദനങ്ങൾ ചെന്നൈയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ധാരാളമുണ്ടെങ്കിലും ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്ട്രീമിലേക്കാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് പണിയപ്പെട്ടിരിക്കുന്നത്. ഒന്നുകിൽ ഏറ്റവും പോവറായ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയുള്ള സ്ഥാപനം, അല്ലെങ്കിൽ ഏറ്റവും റിച്ചായ മക്കൾക്ക് വേണ്ടിയുള്ള സ്ഥാപനം. സാധാരണക്കാരന് കയറി കടക്കാവുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങൾ ചെന്നൈയിലില്ല. സീറോ മലബാർ മിഷൻ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പള്ളികൾ മാത്രം കെട്ടിപ്പടുക്കുക എന്നതിലുപരി ഇവിടെയുള്ള മക്കൾക്ക് വേണ്ടി സ്വാന്തനവും സന്തോഷവും സംതൃപ്തിയും നൽകത്തക്ക വിധത്തിലുള്ള ഒരു സ്ഥാപനം പടുത്തുയർത്തുക എന്ന ചിന്തയോടെ ആരംഭിച്ചതാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. സാന്തോം സ്നേഹതീരത്തിലെ മനോഹരമായ ചാപ്പൽ ഇത് ഇവിടെയുള്ള ഏറ്റവും പ്രമുഖരായി കാണുന്ന ഈ വ്യക്തികൾക്ക് വേണ്ടിയായിട്ട് ചെന്നൈ മിഷൻ പ്രത്യേകം ഒരുക്കിയതാണ്. ഇനിയുള്ള കാലം സ്വസ്ഥതയും സമാധാനവും ഇവിടുത്തെ ഈ മുതിർന്ന പൗരന്മാർക്ക് ലഭ്യമാക്കണമെന്ന ഉദ്ദേശമാണ് ഈ പ്രസ്ഥാനം ഒരുക്കിയതിൻ്റെ പിന്നിൽ. ചെന്നൈ മിഷന്റെ സാമൂഹ്യ സേവന പ്രസ്ഥാനമായ സാന്തോം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രഥമ സംരംഭമാണ് ഈ സാന്തോം സ്നേഹതീരം. ഇവിടെ ഇവരെ അഗതികളായിട്ടല്ല ചെന്നൈ മിഷൻ കാണുന്നത്, തങ്ങളുടെ കുടുംബങ്ങളിലെ സ്വന്തം മാതാപിതാക്കളായിട്ട് തന്നെയാണ് ഇവരെ കാണുന്നത്. ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷയിലും ആ സ്നേഹം നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇന്നത്തെ അത്യാധുനിക കാലഘട്ടത്തിൽ സാംസ്കാരികമായി വളർന്നു എന്ന് പറയുന്നത് വെറും ഒരു തോന്നലാണെന്നാണ് ചെന്നൈ മിഷൻ പരാമർശിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വേണ്ടി കരുതി വെച്ച
നിധികളാണ് പ്രഭാഷകന്റെ പുസ്തകവും സുഭാഷിതവും ജ്ഞാനത്തിൻ്റെ പുസ്തകവുമെല്ലാം. പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെയുള്ള ഒരു സഞ്ചാരം കൂടിയാണ് ചെന്നൈ മിഷന്റെ മിഷണറിമാർ ഈ എപ്പിസോഡിലൂടെ നിർവഹിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു: മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. വളരെ ഉദാത്തമായ തിരുവചനങ്ങൾ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉദാരമനസ്കരെ കണ്ടെത്തിയ ശേഷം അവരിൽ നിന്ന് നൽകപ്പെട്ട പണം ഉപയോഗിച്ചാണ് ഈ സ്ഥാപനം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ചെന്നൈയിൽ നാം കാണുന്നത് സാധാരണക്കാരന് കയറത്തക്ക വിധം, ഇവിടെ സാധാരണക്കാരൻ്റെ ഭവനം എന്ന് പറയുമ്പോൾ 2 ചെറിയ മുറികളും ഒരു കിച്ചണും ഉൾപ്പെടെ അപ്പനും അമ്മയും അവരുടെ മക്കളും ഒന്നുചേർന്ന് വസിക്കുന്ന ഭവനത്തിൽ പ്രായാധിക്യം വരുന്ന മാതാപിതാക്കൾക്ക് സ്വസ്ഥമായിട്ട് റെസ്റ്റ് ചെയ്യാനോ ജീവിക്കാനോ സാഹചര്യം ഇല്ലാതിരിക്കുകയും എന്നാൽ വൃദ്ധസദനത്തിൽ പോകാനായിട്ട് മനസ്സില്ലാതിരിക്കുകയും ചെയ്യുന്ന മക്കളെ ഉദ്ദേശിച്ചുകൊണ്ടും ഈ സ്ഥാപനം ആരംഭിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് നിൽക്കാവുന്ന രീതിയിലുള്ള ഇടവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ, ആരാരും ഇല്ലാത്ത മക്കളെയും ഇവിടെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നേറുന്നു. അവശതയും ഒറ്റപ്പെടലും അനുഭവിച്ച ഈ മാതാപിതാക്കളെ സന്തോഷപൂർവം ശുശ്രൂഷിക്കാൻ ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോപ്പിൽ സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദീൻബന്ധു സന്യാസിനി സമൂഹത്തിലെ ഈ മിഷണറിമാരെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു: പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവർ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. അവശത അനുഭവിക്കുന്ന സ്നേഹതീരത്തിലെ ഈ മാതാപിതാക്കളെ കരുതലോടും സ്നേഹത്തോടും ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ മേൽപ്പറഞ്ഞ തിരുവചനങ്ങളുടെ നേർക്കാഴ്ചയായി ഇവിടെ അനുഭവപ്പെടുന്നു. നമ്മുടെ ചിന്തകളിൽ പോലും മാതാപിതാക്കന്മാരോടുള്ള അനാദരവ് കാട്ടുന്നതായിട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് ഈ നിമിഷം പശ്ചാത്തപിച്ച് ക്ഷമ ചോദിക്കാം. അതിലൂടെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം. തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ഇവരോടുകൂടിയായിരിക്കാൻ സമയം കണ്ടെത്താൻ പരിശ്രമിക്കാം. ഒന്ന് ക്ഷമയോടുകൂടെ ഇവരുമായി അടുത്ത് ഇടപഴകാം. എന്തെന്നില്ലാത്ത ഒരു ദിവ്യാനുഭൂതി പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കും. അത് ഭാവിയിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ ബലവത്താക്കും. അമ്മച്ചി വാ, എഴുന്നേറ്റേ. മെല്ലെ. സൂക്ഷിച്ച്, പേടിക്കണ്ട കേട്ടോ. ഇങ്ങനെ മെല്ലെ. കുറച്ചുകൂടെ മുമ്പോട്ട്. അമ്മച്ചി നോക്കിക്കില്ല. കേറമ്മച്ചി. അയ്യ, ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നല്ല കുട്ടിയല്ലേ, കുളിച്ച് നല്ല മിടുക്കിയായിട്ട് വരണ്ടേ. ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനയുടെ ഭവനം കൂടിയാണ് സാന്തോം സ്നേഹതീരം എന്ന ഈ സ്ഥാപനം. കാരണം ഇന്നുവരെ തമ്പുരാൻ ഭക്ഷണത്തിന് മുട്ടില്ലാതെ കർത്താവ് കാത്തിരുളുന്നു. ദൈവത്തിലുള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും ഇവിടെയുള്ള ചെന്നൈയിൽ വസിക്കുന്ന എല്ലാ ജാതി മതസ്ഥരും, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന രീതിയിൽ എല്ലാ സഹോദരങ്ങളും ഇത് തങ്ങളുടെ സ്വന്തം ഭവനം എന്ന് കണ്ടുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം അത് ദൈവത്തിന് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവോടെ അവരെ കൊണ്ടാകുന്ന സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു. ആ സാമ്പത്തിക സഹായം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം മുന്നേറുന്നു. ദൈവത്തിൻ്റെ പരിപാലനയിൽ ഈ സ്ഥാപനം നയിക്കപ്പെടുന്നു. ഈ ഭവനം സഭാമക്കളുടെ സൃഷ്ടിയാണ്. പാവങ്ങളിൽ ദൈവത്തിൻ്റെ മുഖം കാണുന്നവർ. ദൈവം നൽകിയ കൃപകൾക്കനുസരിച്ച്
സാമ്പത്തിക സഹായം നൽകിയത് സാന്തോം സ്നേഹതീരമായി മാറി. തിരസ്കരണം സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങിയ നിർഭാഗ്യരായ മാതാപിതാക്കളാണിവർ. നാം ചിന്തിക്കേണ്ട വളരെ പ്രസക്തമായ ഒരു കാര്യം, ഇന്ന് ലോകത്ത് വളരെയേറെ മാനസിക വ്യഥ അനുഭവിക്കുന്നത് ഒറ്റപ്പെടലിൻ്റെ കാഠിന്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്നത്തെ ജീവിതശൈലിയുടെ പ്രത്യേകതകളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈ അപകടം ഏകാന്തതയെ പങ്കുവെച്ച് ആശ്വസിക്കാനുള്ള ഒരു കൂട്ടായ്മ ഇല്ലാത്തതാണെന്ന് മിഷൻ ഓർമ്മപ്പെടുത്തുന്നു. വാർദ്ധക്യം നൊമ്പരമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൻ്റെ സ്നേഹം, ലാളന, വാത്സല്യം, സംരക്ഷണം ഇവ ആവോളം നൽകുക എന്ന ഉത്തമ ലക്ഷ്യമാണ് ഈ സ്നേഹതീരത്തിലെ മിഷണറിമാർക്കുള്ളത്. വചനഭാഗങ്ങൾ ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിൻ്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാകരുത്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ അവശത അനുഭവിക്കുന്നവരെ ഈ നിമിഷത്തിൽ പ്രത്യേകം ഓർക്കാം. അവരെ അടഞ്ഞുപോയ നമ്മുടെ മനസ്സിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം. എത്ര പുണ്യമാണെന്നോ അതിലൂടെ നാം സിദ്ധിക്കാൻ പോകുന്നത്. തീർച്ചയായും ഒരു ദിനം നാമും കടന്നു പോകും ഈ വാർദ്ധക്യമാകുന്ന പാതയിലൂടെ. എന്താണോ നാം ചെയ്യുന്നതും കാട്ടിക്കൊടുക്കുന്നതും അതുതന്നെയാണ് പിൻഗാമികളിലൂടെ നമുക്കും ലഭിക്കുക എന്ന യഥാർത്ഥ സന്ദേശമാണ് ചെന്നൈ മിഷൻ ഇവിടെ നമ്മോട് പറയാതെ തന്നെ പറയുന്നത്. അതിനാൽ കരുണാർദ്രമായ ഒരു ഹൃദയം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. சாப்பிட வேண்டாமா? எதுக்கு அழுறீங்க? ரொம்ப வலிக்குதா? சாப்பிடுங்க. கவலைப்படாதீங்க. ஏசப்பா கிட்ட ஜெபம் பண்ணலாம். சரியா? ഈ സ്ഥാപനത്തിൻ്റെ വലിപ്പം കാണുമ്പോൾ നാം എവരും ചിന്തിക്കാം, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സ്ഥാപനം ഇവിടെ പണിയിപ്പിച്ചിട്ടുള്ളത് എന്ന്. ഇതെല്ലാം ചെന്നൈയിലെയും കേരളത്തിലെയും ഒരുപാട് ഉദാരമനസ്കരുടെ സംഭാവനയാണ്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക കൃപാവരത്താലും ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട വർഗീസ് പെരേപ്പാടനച്ചനാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശശുദ്ധികൾ ദൈവകൃപയുള്ള മനുഷ്യർക്കെല്ലാം പങ്കുവെച്ചു കൊടുത്തപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് അവരേവരും ഈ സ്ഥാപനത്തിന് വേണ്ടി ഉദാരമായി സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ഈ സ്ഥാപനം പണിതുയർത്തിയത്. നമ്മൾ ഈ മിഷനിലേക്ക് ചെന്നൈയിലേക്ക് കടന്നു വരുമ്പോൾ കാണാവുന്ന പ്രത്യേകത, ഏറ്റവും ചെറിയ വീടിൽ 5-6 പേരൊക്കെ ഒരുമിച്ച് വസിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ സാധാരണ മനുഷ്യൻ്റെ ചിന്തയിൽ ഒരു നല്ല മരണം, ഒരു പീസ്ഫുള്ളായിട്ട് സ്വസ്ഥമായിട്ട് കിടന്ന് മരിക്കാൻ പോലും ഇടമില്ലാത്ത രീതിയിലുള്ള ഭവനങ്ങൾ ഈ ചുറ്റുപാടിൽ കാണാം. അങ്ങനെയുള്ള ഭവനങ്ങളെ കൂടി അതുകൊണ്ട് ഉദ്ദേശിച്ചത് സാധാരണക്കാരനെയും ഒപ്പം ഏറ്റവും പാവപ്പെട്ടവനെയും ഉദ്ദേശം വെച്ചുകൊണ്ട് ആരംഭിച്ചതാണ് ഈ സ്ഥാപനം. പല കുടുംബങ്ങളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ഇവിടെ ഈ സാന്തോം സ്നേഹതീരത്തിൽ ഇവർ ആത്മീയമായ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ വിശപ്പ് മറന്ന് ഒട്ടിയ വയറുമായി തൊഴിൽ ചെയ്ത് മക്കളെ വളർത്തിയതിൻ്റെ പ്രതിഫലമാണോ ഇതെന്ന് ഇവിടുത്തെ മിഷണറിമാരോട് ഇവർ ചോദിക്കാറുണ്ടെന്ന് അറിയുകയുണ്ടായി. ഇവരുടെ ഈ ചിന്തകൾ പലപ്പോഴും മിഷനെ വല്ലാതെ അലട്ടാറുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഒരു സ്വപ്നം പോലെ അവശേഷിക്കുന്നതായി ഈ മാതാപിതാക്കൾ പറയുന്നു.
എൻ്റെ പേര് സിസ്റ്റർ സെല്ലിൽ നിന്നാണ്. സിസ്റ്റർ റാണി, സിസ്റ്റർ മോളി, സിസ്റ്റർ സ്വപ്ന. ഞങ്ങൾ ദീനബന്ധു സഭയിലെ അംഗങ്ങളാണ്. ഞങ്ങൾ സ്നേഹതീരം സാന്തോം സ്നേഹതീരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വന്നിട്ട് 2 വർഷത്തോളമാകുന്നു. ഞങ്ങൾക്ക് ഇവിടെ ആദ്യമായിട്ട് ചെന്നൈ മിഷൻ ഞങ്ങളെ ഇങ്ങോട്ട് സ്വീകരിച്ച് ഈ സാന്തോം സ്നേഹതീരത്തിൻ്റെ ശുശ്രൂഷയിൽ ഞങ്ങളെ ചേർത്തപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ എങ്ങനെയാണെന്നോ വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ സേവനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കത് വലിയൊരു അനുഭവമായിട്ട് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് മാറിയിട്ടുണ്ട്. പലപ്പോഴും ഇവരുടെ തകർന്ന ഈ ജീവിതങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ സ്വന്തം അമ്മയെ അല്ലെങ്കിൽ അപ്പനെ ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ സ്നേഹതീരത്തിൽ വരാനും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്ക് ദൈവം തന്നെ തന്ന ഒരു അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ ഒരു അവസരത്തിന് വലിയ നന്ദി ഞങ്ങളെന്നും ദൈവത്തോട് പ്രകടിപ്പിക്കുന്നു. ചെന്നൈ മിഷൻ ഈ സ്ഥാപനത്തിനിട്ട പേര് അന്വർത്ഥമാകുന്ന രീതിയിലുള്ള ശുശ്രൂഷകളാണ് ഇവിടെ ഈ മിഷണറിമാർ നിർവഹിക്കുന്നത്. സ്നേഹം കൊണ്ടൊരു പൂന്തോട്ടമാണ് ഇവർക്കായി മിഷൻ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ തീരത്തു തന്നെയാണ് അവശതയോടെ കരയെ പുണരുന്ന തിരമാല പോലെ അവസാന ഇടവേളയിൽ ഈ സ്നേഹതീരത്തേക്ക് ഇവർ വിരുന്നിനായി എത്തിയത്. ഇവിടെ നിന്ന് ഇവർ തിരികെ പോകുമ്പോൾ ഒരുപിടി നല്ല ഓർമ്മകളുമായി വേണം പോകേണ്ടതെന്ന് ഈ മിഷന് നിർബന്ധമുണ്ട്. செல்லம்மாவுக்கு இந்த பூ வச்சு தரேன். ரொம்ப அழகா இருக்கு. செல்லம்மா ரொம்ப அழகாயிட்டாங்க. எதுக்கு வருத்தமா இருக்கீங்க? பையன் வரலனா சீக்கிரமா வந்துடுவான். செல்லம். ഒരു മനുഷ്യ മനസ്സിനെ നിരാശയുടെ പടുകുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റുക എന്നത് ഈ ലോകത്ത് എല്ലാവർക്കും ചെയ്യാവുന്ന മഹാപുണ്യമാണ്. ഒരു തവണ നമ്മൾ സ്നേഹവും കരുതലും സഹവർത്തികളോട് സ്വാഭിമാനം മറന്ന് ഒന്ന് പങ്കുവെച്ചു നോക്കൂ. ജീവൻ വെടിയും വരെ ആ സ്നേഹം നമ്മെ പിന്തുടരും. അതാണ് മനുഷ്യൻ്റെ ദിവ്യമായ മനസ്സ്. ഓരോ മാസത്തിൻ്റെ അവസാനത്തിലേക്കും വരുമ്പോൾ ഞാനും കണ്ണു തുറന്ന് തമ്പുരാൻ്റെ മുമ്പിൽ പ്രത്യേകം പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഇവിടെ ആരാധനയും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ട്. ആരാധന പ്രത്യേകം നിയോഗം വയ്ക്കുമ്പോൾ ദൈവം തന്നെ തൻ്റെ ദൂതന്മാരെ വിട്ട് ഒരുപക്ഷെ ചെന്നൈയിലാകാം അല്ലെങ്കിൽ കേരളത്തിലാകാം സാന്തോം സ്നേഹതീരത്തിലെ തമ്പുരാൻ്റെ ചെറിയ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് കരുതുന്നവരുടെ മനസ്സുകളിലേക്ക് ദൈവം തോന്നിപ്പിക്കുന്നു. അവർ എന്നെ വിളിക്കുന്നു, അവരരികിലേക്ക് വണ്ടിയെടുത്ത് പോകുന്നു. അവർ നൽകുന്നത് എന്തു തന്നെയായാലും അത് സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കടന്നു വരുമ്പോൾ ദൈവം തന്നെ പരിപാലിക്കുന്ന വലിയ അനുഭവം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരു മാസം ഈ സ്ഥാപനം റൺ ചെയ്യാനായിട്ട് ഏകദേശം 1.5 ലക്ഷം രൂപ തന്നെ വേണം. ഈ സ്ഥാപനത്തിന് വലിപ്പം നാം കണ്ടു. ഇതിൻ്റെ മെയിൻ്റനൻസ് ഏറ്റവും ഭംഗിയായും ചിട്ടയായും അതിലേറെ വൃത്തിയായും സൂക്ഷിക്കുക നമ്മുടെ ഏവരുടെയും ചുമതലയാണ്. ഒരുപക്ഷെ ഇന്നില്ലെങ്കിൽ നാളെ ഞാനൊന്നിയോ ഇവിടെ കടന്നു വരേണ്ടതാണ്. ആ ഒരു മുന്നറിവോടുകൂടി തന്നെയാണ് ഈ സ്ഥാപനം ഏറ്റവും നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആയതിനാലാണ് ഇപ്രകാരം ഒരു ചെലവ് വരുന്നത്. എങ്കിലും അത് ഇതിനെക്കുറിച്ച് അറിയുന്ന നല്ല മനസ്സുകൾ അതൊരിക്കലും ഇപ്രകാരം നിന്നു പോകരുത്. ഏറ്റവും പ്രാർത്ഥനയോടെ അതിലേറെ താല്പര്യത്തോടെയാണ് ഇതിനു വേണ്ടി സംഭാവനകൾ നൽകുന്നവരും അതോടൊപ്പം തന്നെ ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരും. അപ്രകാരം ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. என் பேர் ஃபிலோமினா. நான் அசிஸ் நகர் சென்னை 60லேருந்து வந்தேன். என் கணவர் இறந்த பிற்பாடு நான் 10 ஆண்டுகள் அங்கே தனிமையில் இருந்தேன். ரொம்ப மனவேதனையும் உடம்பு வேதனையும் இருந்தேன். அப்போ ஒருத்தருடைய மூலியமாக நான் இங்கே இப்படி ஒரு ஃபாதர்ஸ் நடத்துகிற ஸ்தாபகம் இருக்குது, அங்கே போகலான்னு சொல்லி கேள்விப்பட்டு இங்கே வந்தப்போ என்னை அன்புடன் வரவேற்றார்கள். எப்படி பிறனுக்கு செய்வதெல்லாம் எனக்கு செய்தாயோ என்ற அந்த ஆண்டவருடைய சொல்லு மனசில் வச்சுட்டு அவங்க ஒவ்வொரு காரியமும் எங்களுக்கு செய்கிறாங்க. அதனால் நான் ரொம்ப சந்தோஷமாக இங்கே இருக்கேன்.
ഫിലോമിന ഈ സ്നേഹതീരത്തിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ ഇവിടെ വന്നിട്ട് വർഷങ്ങളായി. സ്വന്തം ഭവനത്തിലേതിനേക്കാളും എന്തുകൊണ്ടും ഇവിടമാണ് സ്വർഗമെന്ന് ഇവർ പറയുമ്പോൾ നാം നമ്മുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യേണ്ടതല്ലേ എന്ന് ഈ മിഷൻ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. ഈ സാന്തോം സ്നേഹതീരത്തിന്റെ അന്തരീക്ഷത്തിൽ പോലും വല്ലാത്ത ഒരു നൊസ്റ്റാൾജിയ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഈ കൂടാരത്തിനുള്ളിൽ നീറുന്ന മനസ്സുകളുടെ നെടുവീർപ്പുകളില്ല. പഴയകാലം ഏതോ ഒരു ദുസ്വപ്നം പോലെ കരുതുകയാണിവർ. അങ്ങനെ സന്തുഷ്ടരായ ഒരു പറ്റം ദൈവമക്കളുടെ ഹൃദയതുടിപ്പുകൾ ഈ സ്നേഹതീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞങ്ങളുടെ സ്നേഹതീര ഭവനത്തിൽ ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെ ആയിട്ട് ഒന്നിച്ച് കിടക്കുമ്പം പലപ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷം മാത്രമല്ല, ഞങ്ങൾക്ക് പല വികാരങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ വികാരങ്ങളെല്ലാം ഒത്തുചേർത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാടട്ടെ. ജീവിതത്തിൻ നിർമ്മലമാം സൗന്ദര്യം നീ നൽകണേ, ഉല്ലാസഭരിതമായ ഹൃദയം നീ നൽകണേ, മ്ലാനത പടരാത്ത മുഖകാന്തി നൽകണേ, പുഞ്ചിരിയാൽ വിടരുന്നോരതരം നീ നൽകണേ. ജീവിതത്തിൽ നിർമ്മലമാം സൗന്ദര്യം നീ നൽകണേ, ഉല്ലാസഭരിതമായ ഹൃദയം നീ നൽകണേ, ആഹ്ലാദം മലതല്ലും ഭവനം നീ നൽകണേ, അന്യോന്യം അകലാത്ത സ്നേഹം നീ നൽകണേ, ആഹ്ലാദം മലതല്ലും ഭവനം നീ നൽകണേ, അന്യോന്യം അകലാത്ത സ്നേഹം നീ നൽകണേ, ഉൾത്താരിൽ സക്രാരി നീ എന്നിൽ തീർക്കണേ, അൽത്താരയായ എൻ്റെ ഭവനം നീ മാറ്റണേ, ജീവിതത്തിൻ നിർമ്മലമാം സൗന്ദര്യം നീ നൽകണേ, ഉല്ലാസഭരിതമായ ഹൃദയം നീ നൽകണേ, പാപമേതും പടരാത്ത ഭാവന നീ നൽകണേ, സഹനങ്ങളേറുമ്പോൾ ആശ്വാസം നൽകണേ, പാപമേതും പടരാത്ത ഭാവന നീ നൽകണേ, സഹനങ്ങളേറുമ്പോൾ ആശ്വാസം നൽകണേ, അറിവിൻ്റെ നിറവിൻ്റെ അകതാരിൽ നൽകണേ, വിനയത്തിൽ നിറകുടമായി എന്നെ നീ മാറ്റണേ, ജീവിതത്തിൽ നിർമ്മലമാം സൗന്ദര്യം നീ നൽകണേ, ഉല്ലാസഭരിതമായ ഹൃദയം നീ നൽകണേ. ഒരു ഒറ്റ പ്രാർത്ഥനയെ അപേക്ഷയുള്ളൂ. ദൈവം അന്നു വേണ്ടുന്ന ആഹാരം ഏതെങ്കിലും മകനിലൂടെ മകളിലൂടെ നൽകുന്നു എന്നുള്ള വിശ്വാസം. കാരണം ഇത് ഒത്തിരി സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഉള്ളിൽ പോലും ഇത് പണിയപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച വൈദികരും ഇതിനുവേണ്ടി സഹകരിച്ചവരും എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൻ്റെ പരിപാലനം ശരിക്കും നിറഞ്ഞ ഒരു സ്ഥാപനമാണ് സാന്തോം സ്നേഹതീരം. അതുകൊണ്ടാണ് ഇന്നും എല്ലാ കുറവുകളെയും അതിജീവിച്ചുകൊണ്ട് ദൈവം ഈ സ്ഥാപനത്തെ മുന്നിട്ട് നടത്തുക. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയും അനുഗ്രഹവും ആശീർവാദവും ഈ സ്ഥാപനത്തിലെ പ്രിയമുള്ള അപ്പന്മാർക്കും അമ്മമാർക്കും വേണ്ടി ഞാൻ പ്രത്യേകം യാചിക്കുന്നു.